നമസ്കാരം സുഹൃത്തുക്കളെയും എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസകളും. അമേരിക്കയിൽ ഇത്തവണ ക്രിസ്മസ് വൈറ്റ് ക്രിസ്മസ് ആണ്. ഇവിടെ കനത്ത സ്നോഫോൾ ആയിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട്. തണുപ്പുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പാണ്. സാധാരണ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലെ പൊളിറ്റിക്സ് വളരെ സജീവമാവില്ല. എല്ലാവരും ഒരു ക്രിസ്മസ് ഹോളിഡേയ്സ് ഒക്കെ ആയതുകൊണ്ട് ആരുടെ ഭാഗത്തും വളരെ വിവാദപരമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ വളരെ കുറവാണ് അമേരിക്കയിൽ ഉണ്ടാവുക. എല്ലാവരും വെക്കേഷൻ മൂഡിലാണ്. പക്ഷേ ട്രംപ് അങ്ങനെയല്ല. ട്രംപ് ഉറച്ചു തന്നെയാണ്. ട്രംപ് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു എംപയർ ഒക്കെ റിയൽ എസ്റ്റേറ്റ് ആണ് പൈസ ഉണ്ടാക്കിയത്. ട്രംപ് ടവർ എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂയോർക്കിലും അമേരിക്ക എല്ലായിടത്തും റിയൽ എസ്റ്റേറ്റുകൾ അദ്ദേഹം ബിൽഡിങ്ങുകളൊക്കെ കെട്ടിപ്പൊക്കി ഒരുപാട് കാശുണ്ടാക്കി. അപ്പൊ അദ്ദേഹം റിയൽ എസ്റ്റേറ്റിൽ നല്ല മിടുക്കനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ രാജ്യങ്ങൾക്ക് വില പറയാൻ തുടങ്ങി. പണ്ടൊക്കെ അദ്ദേഹം ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾക്കായിരുന്നു വില പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഒരു 2000 ബില്യൺ തരാം, അതിങ്ങ് തന്നേരെ. അപ്പൊ അദ്ദേഹം വില പറഞ്ഞിരിക്കുന്ന രാജ്യം ഗ്രീൻലാൻഡ് ആണ്. ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ഡെൻമാർക്കിന്റെ ഒരു കോളനിയാണ്. അപ്പൊ ഡെൻമാർക്ക് അതിന് വില പറയുന്നു. പിന്നെ പനാമ കനാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു അറ്റ്ലാന്റിക് പസഫിക് ഓഷ്യനും ബന്ധിപ്പിക്കുന്ന ഒരു കനാലാണത്. ഇതിനെ ബിൽഡ് ചെയ്തിരിക്കുന്ന അമേരിക്കയാണ്. 1977 റീഗൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം ഈ പനാമയ്ക്ക് അത് ഗിഫ്റ്റ് കൊടുക്കുകയായിരുന്നു. ഇപ്പൊ ട്രംപ് പറയുന്ന തിരിച്ചെടുക്കാൻ പോവുകയാണ് ഈ പനാമ കനാൽ. കാരണം പനാമ കനാലിൽ കൂടെ ബുള്ളിങ് അദ്ദേഹം പറയുന്നത് അമേരിക്കയിലേക്ക് വരുന്ന ഈ പറയുന്ന വാണിജ്യ ആവശ്യങ്ങൾക്ക് വരുന്ന ഷിപ്മെന്റുകളൊക്കെ പനാമ കൂടുതൽ പണം ഈടാക്കുന്നു, ഇൻഫ്ലേഷൻ കൂടുന്നു, അങ്ങനെ എന്തുകൊണ്ട് തിരിച്ചെടുത്തുകൂടാ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. വളരെ ഭയങ്കര ഒരു വിവാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കുകയാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്, വിവാദം എന്ന് പറയുന്നത് ഇന്ത്യയുടെ അടുത്തുമായി ബന്ധപ്പെട്ടാണ്. ഇസ്രായേൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹമാസിനെ തീർത്തു, ഹിസ്ബുള്ളിനെ തീർത്തു. ഇറാൻ ഏകദേശം അവസാനിച്ച ലക്ഷ്യമാണ്. കാരണം ഇറാനിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് വരുന്ന അവിടുത്തെ എനർജി ക്രൈസിസ് ആണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രധാനപ്പെട്ട 2 ഗ്യാസ് പൈപ്പ് ലൈൻസും ഇസ്രായേൽ തകർത്തു കളഞ്ഞു ഈ പറയുന്ന ഇറാനിലെ. അതുകൊണ്ട് തന്നെ ഇറാനിൽ ഇപ്പൊ ലൈവ് TV ഷോയിലിടയിലൊക്കെ സ്റ്റുഡിയോ റൂമിൽ കറണ്ട് പോകുന്നു. ഇറ്റ്സ് എ ബിഗ് ക്രൈസിസ്, എനർജി ക്രൈസിസ് ആണ് ഇറാൻ. ഏകദേശം തീർന്നു. ഇനി ഇറാന്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. നമ്മളെല്ലാവരും പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകണം. കാരണം പാകിസ്ഥാൻ അമേരിക്കയുടെ പ്രോക്സിയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, താലിബാൻ അഗേൻസ്റ്റ് ഫൈറ്റ് ചെയ്യാനും പിന്നെ ഇന്ത്യനെയും ചൈനയെയും ഒരു കൺട്രോൾ നിർത്താനായിട്ട് പാകിസ്ഥാൻ ഒരു ഓൾമോസ്റ്റ് അമേരിക്ക യൂസ് ചെയ്യുന്ന ഒരു പ്രോക്സി സ്റ്റേറ്റ് ആണ്. അവർക്ക് അവിടെ ബേസ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ബേസുമായി ബന്ധപ്പെട്ട് അവർക്കവിടെ ഇൻവെസ്റ്റ്മെന്റ് ഒരുപാടുണ്ട്. പാകിസ്ഥാൻ ഇപ്പോൾ അമേരിക്കയുടെ ഈ പറയുന്ന ചൂടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. അപ്പം ഇതിലേക്ക് നയിച്ച കാരണം എന്ന് പറയുന്നത് ജോൺ ഫൈമർ എന്ന് പറയുന്ന NSA അഡ്വൈസർ, നമ്മുടെ അജിത് ഡോവാലിനെ പോലെ അമേരിക്കയിലുണ്ട് NSA, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ. അപ്പൊ ഇദ്ദേഹം ഡെപ്യൂട്ടി അഡ്വൈസറാണ് ജോൺ സൈമർ. അദ്ദേഹം ഒരു പ്രസ്താവന, ഒരു ബൈറ്റ് കൊടുത്തു. അതായത് പാകിസ്ഥാൻ ഇസ് ബിൽഡിംഗ് ബാലിസ്റ്റിക് മിസൈൽസ്. ഓക്കെ, അതായത് ഈ ബാലിസ്റ്റിക് മിസൈൽസുകൾ അമേരിക്കനെ ആക്രമിക്കാൻ ഒരുപക്ഷെ അമേരിക്കയിൽ എത്തുന്ന രീതിയിൽ പാകിസ്ഥാൻ ഏകദേശം 12,000 മൈൽ അകലെയാണ് ഈ പറയുന്ന അമേരിക്ക. പെട്ടെന്ന് അങ്ങനെ സാധ്യത വളരെ കുറവാണ്, പെട്ടെന്ന് ആക്രമണം. പക്ഷേ ദേ ആർ ബിൽഡിങ്, അവർ പറയുന്ന അവർ ബിൽഡ് ചെയ്യാനുള്ള തുടക്കത്തിലാണ് അവർ. ഇപ്പൊ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് 3 രാജ്യങ്ങൾക്കാണ് ഇപ്പോൾ സ്വന്തം മണ്ണിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈൽസ് തൊടുത്തുവിട്ട് അമേരിക്കനെ ആക്രമിക്കാനുള്ള കഴിവുള്ളൂ. ഒന്ന് ചൈന, രണ്ടാമത്തെ നോർത്ത് കൊറിയ, മൂന്നാമത്തെ രാജ്യം റഷ്യ. 4ാമത്തെ രാജ്യമാകാൻ സാധ്യത അമേരിക്ക കാണുന്നത് പാകിസ്ഥാനാണ്. എങ്ങനെ പാകിസ്ഥാൻ ചിന്തിച്ചു നോക്കണം. കാരണം പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരിക പാകിസ്ഥാന്റെ ഈ ഒരു IMFുമായി ബന്ധപ്പെട്ട അവരുടെ ബാങ്ക്രപ്സി, പിന്നെ അവിടെ കംപ്ലീറ്റ്ലി ആ രാജ്യം ഒരു ഡിസ്ട്രപ്റ്റഡ് രാജ്യമാണ്. അവിടെ ഒരു ജനാധിപത്യമില്ല, അവിടെ സർക്കാരില്ല. സോ എങ്ങനെ പാകിസ്ഥാൻ പോലെ രാജ്യം, ഇതേപോലെ കടക്കടിയിൽപ്പെട്ട രാജ്യം എങ്ങനെ കൻ ബിൽഡ് എ ബാലിസ്റ്റിക് മിസൈൽസ്? ഓക്കെ, അതൊരു പക്ഷേ ഇത്രയും 12,000 കിലോമീറ്റർ സഞ്ചരിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ എങ്ങനെ ഉണ്ടാക്കാം? നമ്മൾ അതിലേക്ക് പോകണമെന്നില്ലേ, കുറച്ച് പുറകോട്ട് ചിന്തിക്കണം. അതായത് ഈ ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇറാൻ ഈസ് ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട് ഇറാന്റെ കയ്യിൽ. പക്ഷേ ഇറാൻ ഒരു ന്യൂക്ലിയർ ഡെവലപ്ഡ് കൺട്രി അല്ല. ദേ ആർ ദ പ്രോസസ് ഓഫ് എൻറിച്ച്മെന്റ് ഓഫ് യുറേനിയം. ഓക്കെ, പക്ഷെ പാകിസ്ഥാൻ അങ്ങനെയല്ല. പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ ഡെവലപ്ഡ് കൺട്രിയാണ്. അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. അവരുടെ അണുവായുധ പിതാവ് വേക്യു ഖാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് അണ്ടറിൽ ദേ ബിൽഡ്. ഓക്കെ, സോ ദേ ഹാവ് അണുവായുധം, ദേ ഹാവ് ബാലിസ്റ്റിക് മിസൈൽസ്. അവിടെ ഷഹീൻ 3 എന്ന് പറയുന്ന ബാലിസ്റ്റിക് മിസൈൽ ഏകദേശം 2,000 മൈലുകൾ, 2,750 മൈൽ പോകാമെന്ന് പറയുന്നത്. ഇന്ത്യയുടെ അഗ്നി 5
5000 കിലോമീറ്ററാണ് അഗ്നി 5ന്റെ ഒരു ദൂരപരിധി. ഷഹീൻ 3 2750. ഇന്ത്യയിൽ അവർക്ക് ആക്രമിക്കാം. ഇന്ത്യയിലെ കൊൽക്കത്തയാണ് ഇന്ത്യയിലെ ഏറ്റവും അറ്റത്ത് കിടക്കുന്നത്. കൊൽക്കത്തേനെ വേണമെങ്കിൽ ആക്രമിക്കാം, വേണമെങ്കിൽ ഇന്ത്യനെ എവിടെയും അവർക്ക് ആക്രമിക്കാം. സോ ഈ പറയുന്ന ഷഹീൻ 3 അവർ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ ഷഹീൻ 3 പെട്ടെന്ന് അവരെത്തിക്കാൻ പോകുന്നില്ല ഈ പറയുന്ന 12,000 പക്ഷേ ഷഹീൻ 3 ഒരു ദൂരപരിധി ഇൻക്രീസിങ് ടു 4000 മുതൽ 5000 വരെ. അങ്ങനെ വരുമ്പോൾ ഒരു രാജ്യം വെല്ലുവിളി നേരിടുകയാണ്. ആ രാജ്യത്തിന്റെ പേര് ഇസ്രായേലാണ്. ഇസ്രായേൽ ഈസ് ഫ്രൈറ്റൻ. ഇസ്രായേലിന് പേടിയുണ്ട്. കാരണം ഇറാൻ തീർന്നു. ഇനി നെക്സ്റ്റ് പാകിസ്ഥാൻ ആയിരിക്കാം ഇറാനെ പോലെ റാഡിക്കലൈസ് ആ അടുത്ത രാജ്യം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഷഹീൻ 3 അല്ലെങ്കിൽ ഷഹീൻ 4 കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ പറ്റും. അപ്പോൾ ഇത് വരുന്ന പോയിന്റ് ഇവിടുന്നാണ്. ഇസ്രായേൽ എന്ന് അമേരിക്കയോട് പറഞ്ഞിരിക്കുകയാണ് നെക്സ്റ്റ് പാകിസ്ഥാനാണ്. പാകിസ്ഥാന്റെ ടെക്നോളജി ഡെവലപ്പിംഗ് ഇറ്റ്സ് കമ്മിങ് ഫ്രം നോർത്ത് കൊറിയ. നോർത്ത് കൊറിയയും ഈ പാകിസ്ഥാൻ തമ്മിൽ ട്രീറ്റ് ഉണ്ട്. കാരണം പാകിസ്ഥാന്റെ കയ്യിൽ അണുവായുധത്തിന്റെ ടെക്നോളജി ഉണ്ട്, ന്യൂക്ലിയർ ടെക്നോളജി ഉണ്ട്. ബാലിസ്റ്റിക് മിസൈൽസിന്റെ ഏറ്റവും വലിയ പുലികൾ നോർത്ത് കൊറിയയാണ്. അപ്പൊ നോർത്ത് കൊറിയയിലെ ഈ 93 ബെൻസിർ ഭൂട്ടോ പോങ്യോങ്ങില് സന്ദർശിച്ചു. അവിടെ പോയിട്ട് ഈ ടെക്നോളജി കൊടുത്തിരിക്കുകയാണ് ആർക്ക്? നോർത്ത് കൊറിയക്ക്, അവരുടെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ്. പകരം നോർത്ത് കൊറിയ പാകിസ്ഥാന് ഈ ബാലിസ്റ്റിക് മിസൈൽസിന്റെ ടെക്നോളജി പറഞ്ഞു കൊടുത്തു. അവർ ഈക്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ കാണുകയാണ് ഈ ഷഹീൻ 3 അല്ലെങ്കിൽ 4 വന്നു കഴിഞ്ഞാൽ, റേഞ്ച് കൂടി കഴിഞ്ഞാൽ വിത്ത് അണുവായുധം ദേ കൻ അറ്റാക്ക് ഇസ്രായേൽ. അപ്പൊ അടുത്ത ത്രെട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ അമേരിക്കയിലേക്ക് ഇസ്രായേലിന്റെ ഒരു ഇൻപുട്ട് ചെന്നിരിക്കുകയാണ്. അതാണ് വ്യക്തമായിട്ട് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ജിയോ പൊളിറ്റിക്കലി വലിയൊരു അലൈൻമെന്റ് മാറിയിരിക്കുകയാണ്. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, റഷ്യ, ചൈന, നോർത്ത് കൊറിയ, പാകിസ്ഥാൻ 4 രാജ്യങ്ങൾ ഒന്നിക്കാൻ പോവാണ്. ഇനിയൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ, തായ്വാനിലൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി മച്ച് ഡിഫിക്കൽട്ട് അമേരിക്കയ്ക്ക്. കാരണം ഉക്രൈൻ വാറിൽ സ്പെൻഡ് ചെയ്യുന്നു, അവരുടെ വെപ്പൺസ് പോകുന്നുണ്ട്. ഇനിയൊരു വെപ്പണും കൂടി സെൻഡ് ചെയ്യാൻ തായ്വാനിലേക്ക് സാധിക്കില്ല. അപ്പൊ അമേരിക്ക ഒരു ബാക്ക് ഫുട്ടിലാണ്. അതാണ് ഈ ട്രംപിന് ഇത്രമാത്രം പരിഭ്രാന്തി. പനാമ കനാൽ എടുക്കണം, ഗ്രീൻലാൻഡിനെ വാങ്ങണം, പാകിസ്ഥാനെ ബാൻ ചെയ്യണം. ട്രംപ് ആക്ച്വലി എത്രയും പെട്ടെന്ന് ഉക്രൈൻ വാറും അവസാനിപ്പിക്കണം. കാരണം ട്രംപ് വളരെ ബുദ്ധിമാനാണ്. ട്രംപിന് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു അച്യുതണ്ട്, ഈ 4 പേരും കൂടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് അവിടെ വളരെ ഭയങ്കര മാറ്റങ്ങൾ വരും. തായ്വാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇല്ലാതാക്കും തായ്വാൻ 4 രാജ്യങ്ങളും കൂടി. കാരണം 4 രാജ്യങ്ങളും ഡെവലപ്ഡ് ആണ്. ദേ ആർ ന്യൂക്ലിയർ ഡെവലപ്ഡ്, ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്. പിന്നെ എന്താ വേണ്ടേ? ട്രംപിന്റെ വെറി അല്ലെങ്കിൽ ട്രംപ് ഇത്രമാത്രം ആകുലനാവാന്റെ മെയിൻ കാരണം ഇതാണ്. ഇത് ഇന്ത്യക്കും കൺസേൺഡ് ആണ്. കാരണം ഈ 4 രാജ്യങ്ങളും കൂടി ഒന്നിച്ചു കഴിഞ്ഞാൽ ഇന്ത്യനെ ആണ് അടുത്ത് ഒതുക്കാൻ പോകുന്നവര്. കാരണം ഇന്ത്യ, പാകിസ്ഥാൻ, അവിടെ ഇന്ത്യ കരമാർഗം ഇന്ത്യക്ക് പോകാൻ പറ്റില്ല. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ കൂടെ കരമാർഗം ഒന്നും സാധിക്കില്ല. ഇപ്പുറത്ത് വേറൊരു വസാൽ സ്റ്റേറ്റ് വന്നിരിക്കുകയാണ്, ബംഗ്ലാദേശ്. അവിടേക്കും പോകാൻ പറ്റില്ല. ഇനി ഷിപ്പ് മാർഗം നാവികസേന മുഖേന എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അത് അമേരിക്കയുടെ കയ്യിലാണ്. ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. കാരണം ഈ പറയുന്ന ഈ ചുറ്റുപാടും ഇന്ത്യയുടെ എഗെയിൻസ്റ്റ് അലയൻസ് ആണ്. ഈ സമയത്താണ് ഇന്ത്യക്കാർ ഒരുമിച്ച് നിൽക്കേണ്ട അവസ്ഥ. എന്തായാലും വരും ദിവസങ്ങളിൽ എന്താ പറയുന്ന ഈ ന്യൂ ഇയർ കഴിയുന്നതോടെ വീണ്ടും സ്റ്റേറ്റ്മെന്റ് വരുന്നതായിരിക്കും ട്രംപിന്റെ ഭാഗത്ത്. സോ ദിസ് ഇസ് എ ബിഗ് കൺസേൺ ഫോർ ലോക മനസാക്ഷിക്ക് തന്നെ വലിയൊരു കൺസേൺ ആണ് ഈ പറയുന്ന പാകിസ്ഥാന്റെ ഈ ഒരു മുന്നോട്ടുള്ള പോക്കാറായിട്ട് ഈ 3 രാജ്യങ്ങളുമായിട്ടുള്ള അവരുടെ ഒരു മുന്നോട്ട് പോക്ക്.